ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം. സമയം 7:45. ഇപ്പം അല്ല കേട്ടോ, നേരത്തെ എണീറ്റിട്ടുണ്ടായിന്. എണീറ്റ് കുറച്ച് സമയം ഫോണ് നോക്കി. പിന്നെ അലക്കിയ തുണിയെല്ലാം ആറിയിട്ടു. പിന്നെ ഇന്ന് ചായൻ്റെ കടി കപ്പയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം മുന്നേ കപ്പ വാങ്ങിയിട്ടുണ്ടായിനെ. ഞാൻ ദേവുവിനെ കൂട്ടാൻ സ്കൂളിൽ പോയാലും പിന്നെ പീടിയുടെ അടുത്ത് കപ്പ വന്നിട്ടുണ്ടായിന്. 3.5 കിലോ 100 റുപ്യ അങ്ങനെ കപ്പ കിട്ടിയിട്ടുണ്ടായിന്. എന്നിട്ട് ഒരു ദിവസം നമ്മൾ കപ്പ വെച്ചു. പക്ഷെ വലിയ വലിയ കപ്പയായിരുന്നു, നമുക്ക് അത്രയല്ലേ വേണ്ടു. എന്നിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് പുട്ടും കടലയാക്കാന്ന് വെച്ചിട്ട് കടലയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഏടത്തിയമ്മ എന്നോട് പറഞ്ഞത് കപ്പയില്ലേ ഫ്രിഡ്ജിൽ, പിന്നെ കപ്പയാക്കാം ഇന്ന്. അപ്പോൾ ഏടത്തിയമ്മക്കും വാങ്ങിനെന്ന്, ഏടത്തിയമ്മക്കും ബാക്കിയുണ്ട് കപ്പ. എന്തായാലും എനക്കും ഓർമ്മ വന്നത് എൻ്റെ കപ്പയും ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ കടല ഇനി ഫ്രിഡ്ജിൽ കയറ്റണം. കപ്പ കുറച്ച് സമയം നമ്മൾ മീൻകാരനെ നോക്കി വെക്കുന്നത്, എന്നാൽ കപ്പയും മീൻകറി ആക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇനി മീൻകാരൻ വന്നിട്ടില്ല കേട്ടോ. 2-3 ദിവസമായി വന്നിട്ട് മടങ്ങിപ്പോകുന്നു നമ്മൾ വാങ്ങാണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നില്ല. പിന്നെ അന്നേരം പിന്നെ പ്രതികരണനോട് പറഞ്ഞു, പിന്നെ മുളകും ഉള്ളിയെല്ലാം കൂടി ഒരു ചമ്മന്തി ആക്കിയാൽ മതി, എന്നിട്ട് ഇങ്ങനെ മുക്കി തിന്നാൽ ഇതില്ലേ ചണ്ടക്കപ്പ എന്ന് പറയും നമ്മൾ, നീളത്തിൽ മുറിച്ചിട്ടിട്ട് പുഴുങ്ങൂലേ, അങ്ങനെ ആക്കിയിട്ട് ചമ്മന്തി ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കപ്പ ഞാനവിടെ മുറിച്ച് വെച്ചു. ഇനി ചമ്മന്തി ആക്കണം. റോസാപ്പൂ പൊറിച്ചു. അപ്പോൾ നന്ദു എണീറ്റു. പ്രതിയേട്ടൻ കുട്ടപ്പിനും മളുവിനും ട്യൂഷനും ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ദേവു എണീറ്റില്ല. നന്ദു എണീറ്റ് രാവിലെ മിറ്റെല്ലാം അടിച്ചു വാരി പിന്നെ പൂവിടലാണേ. പിന്നെ വേറെ എന്നാ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എക്സാമിന് പോയത് കാണിച്ചു എന്നല്ലാണ്ട് എക്സാമിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അല്ലേ. എക്സാം ടഫ് തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് പോയിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിനെല്ലാം പോകുന്നവർക്കും അത്രയും നല്ലോണം വീട്ടിലിരുന്ന് പഠിക്കുകയെല്ലാം ചെയ്തവർക്ക് അത്യാവശ്യം എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പൊതുവെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഈസിയാണെന്ന് പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ടഫാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് മാത്സ് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല, മലയാളം കുഴപ്പമുണ്ടായിട്ടില്ല, ഇംഗ്ലീഷും കുഴപ്പമുണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം കുറച്ച് ടഫ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഭരണഘടനയുടെ ഏരിയയിൽ നിന്ന് വന്നതെല്ലാം അതൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം എനിക്ക് ടഫ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോയി അറ്റൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്ന എക്സാമിനെല്ലാം നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സിനൊന്നും പോക്ക് നടക്കൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ പരമാവധി ഇപ്പം ഉണ്ടല്ലോ യൂട്യൂബിലെല്ലാം ഇഷ്ടംപോലെ ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയെല്ലാം കണ്ടിട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദുവിൻ്റെ പൂട് വിളക്കിൻ്റെ അടുത്ത് ഇട്ടുവാ, തുളസി പറിച്ചിട്ട് വിളക്കിൻ്റെ അടുത്ത്. നന്ദുവിനി കരാട്ടി ഉണ്ടാകുമ്പോൾ, ഞായറാഴ്ച കരാട്ടി ഉണ്ടാവലുണ്ട്. ഇന്ന് മാഷൊന്നും ഇട്ടിട്ടൊന്നുമില്ല, ഉണ്ടാവുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് വരുമായിരിക്കും. അങ്ങനെ കരാട്ടക്ക് പോകണം. വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകാനുണ്ട്. പ്രതിയാടിന് ഉച്ചക്കൊരു കുടിയലിന് പോകാനുണ്ട്. അത് ബിരിയാണി തിന്നണം. അതാണല്ലോ എല്ലാവർക്കും, ബിരിയാണി എന്ന് കേട്ടാൽ പിന്നെ കല്യാണത്തിന് പോകണം, ബിരിയാണി തിന്നണം. പ്രതിയാടിന് ഉച്ചക്ക് കുടിയലിന് പോകാനുണ്ട്. ആടുന്ന് അച്ഛന് ബിരിയാണി നടന്നു. പിന്നെ ഉച്ചക്ക് നമ്മക്കേ വേണ്ടു, അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടലായിരിക്കും കേട്ടാ. ചിലപ്പം കഞ്ഞിയും പയറോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ തോന്നും ഉച്ചക്കത്തേക്ക്. നമുക്കല്ലേ വേണ്ടു, രാത്രി പിന്നെ എല്ലാവരും കല്യാണത്തിന് പോകും. അതുകൊണ്ട് ഇന്നങ്ങനെ കാര്യമായ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഞാനൊരു ഡേ ആൻഡ് മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദേവൂട്ടി എണീറ്റില്ല, എണീറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വേറെന്താ, ഇനി വീട്ടിലേക്ക് വിളിക്കണം. അമ്മമ്മ ഡിസ്ചാർജ് ആയില്ല കേട്ടാ. പിന്നെ ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഡിസ്ചാർജ് ആയിട്ടുണ്ടായിട്ടില്ല. ആശുപത്രിയിലുണ്ടത്രേ. നമുക്ക് ശരിയായില്ല, കുറഞ്ഞില്ല, അതുകൊണ്ട് ആശുപത്രിയിലുണ്ടത്രേ. വേറെ ഒന്നുമില്ല. ഇന്നലെയെല്ലാം പിന്നെ നല്ല മഴക്കാറായിരുന്നു കേട്ടോ, വെയിലൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ തുണിയെല്ലാം എടുത്ത് മുറ്റത്തിട്ടിട്ടുണ്ട്. ഇന്നെങ്കിലും ഒരു വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പോയിട്ട് നമ്മളെ കപ്പയും ചമ്മന്തിയെല്ലാം ആക്കട്ടെ. കപ്പ ഞാനവിടെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുക്കറിലിട്ട്, ഒന്നുമില്ല, കുക്കറിലിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് കൂക്കിച്ചെടുക്കണം. കാണുമ്പോൾ നല്ല വേഗം വേവുന്ന കപ്പയാണെന്ന് തോന്നും കേട്ടോ. കഴിഞ്ഞ ദിവസം വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം വെന്തുടയുന്ന കപ്പയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വേഗം ഓഫാക്കിയിട്ടുണ്ടായിനെ. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് വെന്തിട്ടേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ വീണ്ടും കുക്കറിലിട്ട് വീണ്ടും വിസിലടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുത്തിന്. പിന്നെ എന്തായാലും കുക്കറിൽ തന്നെ വെക്കാൻ തോന്നും, അല്ലാണ്ട് നമ്മൾ കുറേ സമയം അടുപ്പത്ത് വെക്കേണ്ടി വരും. പിന്നെ നമ്മളെ ഉണ്ടക്കാന്താരി ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ പച്ചമുളക് പറിച്ചിട്ട് തന്നെ ചമ്മന്തി അരക്കാം.
അപ്പോൾ എന്തായാലും ഞാൻ ചായയും കടിയാക്കാൻ നോക്കട്ടെ. പൃഥ്വിയേട്ടൻ വന്നു കേട്ടോ. എന്നാ മോക്ക് പൂടാൻ പൂവെല്ലാം എടുത്തിട്ട് റോഡ് സൈഡത്ത് പൂ കിട്ടിയിട്ട് അച്ഛൻ പറിച്ചുകൊണ്ട് കൊടുക്കുന്നു കേട്ടാ. എൻ്റെ സുന്ദരിമുത്ത് എണീറ്റ് വന്നിട്ടുണ്ടേ. സുന്ദരിമുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. പറയില്ല, ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേപ്പാ. ഒരു ഹായ് പറയണ്ട. ഒരു ഹായ്. ദേവു നീറ്റോടാണ്. ഡേബു നീറ്റോടാണ്. ദേവുന് സ്കൂളിൽ പോകണ്ടേ ഇന്ന്? എന്തേ സ്കൂളിൽ പോണം? വേറെ ദേവ് വാ കുളിപ്പിക്കാലോ. കുളിപ്പിക്കട്ടെ എന്നാ? എന്നാ ഇല്ലാത്തേ? വീഡിയോ എടുക്കണ്ട പോലെ. ദേവന് വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടല്ല അല്ലേ? എണീക്കമ്മ ചായയെല്ലാം വെച്ചറാല. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നു പോവും. ഒരു പണിയും നടക്കൂല. ദേവുട്ടി എണീക്ക്. ഏച്ചി പൂവെല്ലാം ഇട്ടിട്ട് നോക്കിയാട്ടെ. ദേവുട്ടി നാളെ രാവിലെ എണീറ്റിട്ട് പൂവിടണേ. ഏച്ചിയുടെ പുരം പൂ പറിക്കാൻ പോണേ. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കറാ. ഏച്ചിയുടെ പുരം പൂ പറിക്കാൻ പോണേ. കപ്പ ഞാൻ പറഞ്ഞില്ലേ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര മണ്ണുണ്ടായിനെ. അപ്പോൾ കഴുകിയിട്ട് അവിടെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പുട്ടും കടലയാക്കാന്ന് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിപ്പോൾ ഞാൻ കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ എടുക്കാം. നാളെ പുട്ടും കടലയോ അല്ലെങ്കിൽ നമുക്ക് കടലയും കായും ഇട്ടിട്ട് ചോറിനായാലും കറി വെക്കാമല്ലോ. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിൽ വെക്കാം. കപ്പ അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ച് പണിയുണ്ടായിനെ. നമ്മൾ ജില്ലീൻ്റെ മുകളിലല്ലേ പൂടുന്നുണ്ടായിനെ. അപ്പം ഞാൻ വിചാരിച്ചാൽ ജില്ലയെല്ലാം കുറച്ച് മാറ്റിയിട്ട് ആടെ ഒന്ന് ചാണകം തേച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അവിടെ വൃത്തിയാക്കിക്കൊണ്ട് വെക്കലാണ്. അപ്പോൾ പിന്നെ പൃഥ്വിയേട്ടൻ വന്നിട്ട് അതെല്ലാം നീക്കിയാക്കി തന്നു. പിന്നെ ഞാൻ അമ്മേൻ്റെ അടുക്ക പോയി ചാണകം എടുത്തിട്ട് വന്നിട്ട് അവിടെയെല്ലാം ഫുള്ള് ചാണകം തേച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയിലധികമായി. കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെയല്ല അതിന് മുന്നത്തെ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അതിന് ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാം കൂടെ തിരക്കാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മളെടുത്ത് ചൊയിലെ വായനശാലയിൽ ഞാൻ പിന്നെ ഒരേച്ചിക്ക് പകരം, ആഴ്ച ലീവിലാണേ. അപ്പോൾ ആ ഏച്ചിക്ക് പകരം കുറച്ച് വീടുകളിൽ ബുക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ വനിതാ വേദി അങ്ങനെ എന്തൊരു സംഭവം. അപ്പോൾ വീടുകളിൽ ബുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പണിയുണ്ട്. അങ്ങനെ അതുമെല്ലാം പോയി വന്ന് ട്യൂഷനും വീട്ടിലെ പണികളും മക്കളെ പഠിപ്പിക്കലും എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ ഫുൾ ബിസിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ വരാൻ ലേറ്റ് ആവുന്നത്. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഞാനിത് ആ ചാണകമെല്ലാം തേച്ച് അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ നമ്മൾ അതിലാന്നിട്ടാ പൂവിട്ട് തുടങ്ങുക. അങ്ങനെ പുറത്തെ പണികളെല്ലാം കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ കയറി അപ്പോഴത്തേക്ക് നമ്മളെ കപ്പയെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. അതിനില്ലേ ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മുളക് ഉടച്ചത് പൃഥ്വിയേട്ടൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഉണ്ടക്കാന്താരി ഇല്ലേ, അതാണ് എടുത്തിന്. അതും കുറച്ച് ഉള്ളിയും കൂടെ കല്ലിലിട്ട് ഉടച്ച് പിന്നെന്താ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പുമെല്ലാം നനച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് റെഡിയായി. അപ്പോഴേക്ക് നമ്മളെ ദേവൂട്ടി വന്നിട്ട് ഇതാ തോളത്ത് കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തോളത്ത് കയറിയിട്ടില്ലെങ്കിൽ ദേവൂട്ടിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇനിയിപ്പം വേഗം നമുക്ക് മുളക് ഉടച്ചതും കൂട്ടിയിട്ട് കപ്പ തിന്നണം കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം മുളക് ഉടച്ചതെല്ലാം റെഡിയാക്കി. കപ്പയും റെഡിയായി. ഇനി ചെണ്ടക്കപ്പ എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ കപ്പ പുഴുങ്ങുന്നത് എന്നായിരിക്കും ചില നാട്ടിൽ പറയുക. ഇനി ഇതേപോലെ ചെണ്ടക്കപ്പ എന്നെല്ലാം പറയുന്ന പോലെ വെറൈറ്റി പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നല്ല ചൂട് ആവി വറക്കുന്ന ചെണ്ടക്കപ്പയും പിന്നെ നമ്മളെ മുളക് ഉടച്ചതും അതുപോലെ കട്ടൻ ചായയും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. ചില സ്ഥലത്തല്ലേ ഇത് വൈകുന്നേരം ആയിരിക്കും അല്ലേ കഴിക്കുക. നമ്മളും വൈകുന്നേരം ചായക്കെല്ലാം മുമ്പ് കടിയാക്കലുണ്ട്. ഇനിയിങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, രാവിലെയും കഴിക്കാമല്ലോ. അങ്ങനെ ഇന്ന സമയത്ത് ഇന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ലല്ലോ. അങ്ങനെയെല്ലാം റെഡിയായി നമ്മളിതാ കഴിക്കാൻ പോവാന്ന്. അപ്പോൾ അപ്പുറത്തുനിന്ന് അമ്മേനെയും വിളിച്ചിട്ടുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞു കപ്പ കഴിച്ചോ ചൂടോടെ. അമ്മ ദോശ എങ്ങനെയാണെന്നാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അമ്മ അവിടുന്ന് ദോശയും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ തിന്നാൻ പോവാണ്. ദേവൂട്ടി നന്ദു ഇതാ ദോശ എടുത്തിട്ടുണ്ട്. ദോശയല്ല, ഒരു അപ്പം പോലെയാണ് കേട്ടോ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കപ്പയെല്ലാം കഴിച്ചു. ഞായറാഴ്ച ദിവസം മാത്രമാണ് എല്ലാവർക്കും ഇതേപോലെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ സമയം കിട്ടുക. അല്ലാത്തരം പ്രതിയായിട്ടും വേഗം കുടിച്ചിട്ട് പോവും. മക്കളും സ്കൂളിൽ പോകാനാകുമ്പോൾ അവരും കുടിച്ചിട്ട് പോവും. പിന്നെ ഇതേപോലെ ഇടക്ക് മാത്രമേ അമ്മ ഇപ്പുറത്തേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ അമ്മ ആടെ എന്തെങ്കിലും കടിയാക്കിയിട്ട് ആടെ തന്നെ കുടിക്കും. അങ്ങനെ ആ ചായയെല്ലാം കുടിച്ചു. അതിലിടയ്ക്ക് ഇതാ അച്ഛൻ വന്നിട്ടുണ്ടായിനെ. അച്ഛൻ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രതിയാട്ടനാണെങ്കിൽ ഇതാ നമ്മളെ മുറ്റം ഫുള്ള് കാട് കയറിയിട്ടുണ്ടായിന്. അങ്ങനെ ആ കാടെല്ലാം ചെത്തി വൃത്തിയാക്കുന്നുണ്ട്. പണിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തായാലും രാവിലെ നല്ല വെയിലും ഉണ്ട്, അപ്പം വേഗം വൃത്തിയായി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറ്റം വൃത്തിയാക്കുന്നുണ്ട്. പ്രതിയേട്ടൻ പുല്ലെല്ലാം ചെത്തിക്കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് എൻ്റെ തല മസാജ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മസാജ് ചെയ്ത് കൊടുക്കലായിരുന്നേ. കുശുംബിപ്പാറ് വന്നിട്ട് ഞാൻ ചെയ്ത് കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇത് അച്ഛൻ്റെ തലവാരി കൊടുക്കുവാണേ. എന്നിട്ട് പറയാം അച്ഛൻ്റെ മുടി അപ്പൂപ്പനെ പോലെ ഉണ്ട്, ഫുള്ള് നരച്ചില്ലേ, അതുകൊണ്ട് വെള്ളം മുടി കണ്ടിട്ട് പറയാം അപ്പൂപ്പനെ പോലെ ഉണ്ട്. നിന്റെ വീഡിയോ എടുക്കുന്നില്ലേ, നീ വാരി കൊടുത്തോ. നന്ദു ഹോംവർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, എഴുതാനുള്ളത് എഴുതുന്നുണ്ട്. നല്ല വെയിൽ വരുന്നുണ്ട്. പൃഥ്വിയേട്ടൻ്റെ പുല്ലിയത്തലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ വന്നിരുന്നേ. ഇനി പൃഥ്വിയേട്ടന് കുടിയലിന് പോകണം. കുടിയല് അച്ഛന് കുടിയലുണ്ടാവല്ലോ. ആ കല്യാണത്തിന് വൈകുന്നേരല്ലേ, അച്ഛന് കുടിയലിന് പോകാനുണ്ടാവല്ലോ ഇപ്പോ. അച്ഛൻ പണിയെടുത്തൊരു വീട്ടില് വാരിക്കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് പൃഥ്വിയായിട്ട് റെഡിയായി കുടിയലിന് പോയി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതാ നമ്മളെ പിള്ളേർ സെറ്റ് എല്ലാവരും ബാലസഭ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട്. കുറേ ആയി ഇവരെല്ലാവരും കൂടെ കളിക്കാൻ വന്നിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ നമുക്ക് എന്തെങ്കിലും കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യലാണ് എന്ത് കളിക്കുന്നു. സാറ്റ് കളിക്കാന്നുള്ള തീരുമാനത്തിൽ ഇതാ എല്ലാവരും കൂടെ പോവാണ്. നമ്മളപ്പുറത്തെ മടപ്പുരയില്ലേ, മടപ്പുരേൻ്റെ അവിടെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇത് അങ്ങോട്ടേക്ക് കളിക്കാൻ പോവാണ്. കുറേ നാളായി കേട്ടോ ഇവരിങ്ങനെ കളിക്കാൻ വരാത്തത്. വെക്കേഷൻ്റെ സമയത്തെല്ലാം ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തിരക്ക്, ട്യൂഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് എല്ലാവരും തിരക്കിലായിപ്പോയി. അപ്പോൾ ചില സമയത്ത് ഞാനും കൂടും ഇവരപ്പുറം കളിക്കാൻ. ഒരു മുള്ളൂത്തിയിലിട്ടിട്ടൊരു കളി കളിക്കലുണ്ട്, ഇട്ടൂലി എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനത്തെ സംഭവത്തിനെല്ലാം ഞാൻ കളിക്കാൻ കൂടലുണ്ട്. പിന്നെ തത്ത മൈന പ്രാവ് അങ്ങനത്തെ കളി, ലുഡോ അങ്ങനെയുള്ള കളികൾക്കെല്ലാം കൂടുവേ. സാറ്റ് കളിക്കൊന്നും കൂടുമൊന്നുമില്ല. അപ്പോൾ ഇവരാദ്യം ഇതാ സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മടപ്പുരക്കിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ മുള്ളൂത്തി കൊണ്ട് പിന്നെ മറ്റേ ഇട്ടൂലി കളിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ സമയം അതാണേ കളിച്ചത്. അതിൻ്റെ ഇടയിൽ അമ്മക്കിത് എന്തോ ഒരു മീറ്റിംഗ്, വയോജനങ്ങളെയാ എന്ത് മീറ്റിംഗാന്ന് ഓർമ്മയില്ല, എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ആ മീറ്റിങ്ങിന് പോയി. അപ്പം മിതു ഇതാ തേങ്ങേൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് മുള്ളൂത്തി ഒളിപ്പിച്ചു വെച്ച്. കാണാൻ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഒളിപ്പിക്കുന്നതും അതേപോലെ ഇവർ വന്നത് കണ്ടുപിടിക്കുന്നതെല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പം ഞാനും എടുത്തുമ്പോൾ ഇങ്ങനെ അവർ കളിക്കുന്നത് നോക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നു. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞോന്നറിയില്ല. ഉച്ചയ്ക്ക് കഞ്ഞിയോ പയറോ എന്തെങ്കിലും ആക്കാമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എടുത്തുമ്പോൾ എന്നോട് പറഞ്ഞു ഇനി നീ ആക്കുമൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആക്കുന്നുണ്ട്, അതിൽ നിന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കളിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം പോയി. ഇതാ ഞാനും എൻ്റെ മക്കളും മാത്രമായിട്ടുണ്ട്. പൃഥ്വിയേട്ടൻ കുടിയലിന് പോയി. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ കുറേ സമയം കളിച്ചു, പിന്നെ കുറേ സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു. വന്നിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും അവരെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് അവരെ കളി കാണലും വർത്താനം പറയലെല്ലായിരുന്നു. ഞാനും ചോറൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ ഏട്ടമ്മ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഏട്ടമ്മ ഇന്ന് പയറും കഞ്ഞി ആക്കുന്നതാണ്. ഞാനും പയറും കഞ്ഞി ആക്കാനാണ് നിന്നിന്. അന്നേരം പിന്നെ ഏട്ടമ്മ പറഞ്ഞു അത്രയല്ലേ വേണ്ടു, എനക്കെല്ലാണെങ്കിൽ രാവിലെ കപ്പ വന്നിട്ട് ഇതുവരെയും വിശന്നിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനക്കൊന്നും കഞ്ഞി വേണമെന്നേ ഇല്ല. ഏട്ടമ്മോനും എന്തായാലും ഞാൻ ആക്കുന്നുണ്ട്, അന്നേരം അതിൽ നിന്ന് കുടിച്ചാൽ പോരെ പിള്ളേർക്കും, പിന്നെ നീ വെക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വൈകുന്നേരം പിന്നെ കല്യാണത്തിനും പോകണമല്ലോ, വെറുതെ വെച്ചിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് വെക്കാൻ മടിച്ചിട്ടൊന്നല്ല കേട്ടോ. ഞാൻ ചെറുപയറുണ്ടായിന്, പയറും കഞ്ഞിയും കുടിക്കാനാകുമ്പം വെക്കാമല്ലോ, നല്ല ചൂടോടുകൂടി കുക്കറിലാകുമ്പം പെട്ടെന്ന് റെഡി ആവുമല്ലോ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിന്. അപ്പോൾ പിന്നെ ഇനി എന്തായാലും അപ്പുറത്തുനിന്ന് ആക്കുന്നുണ്ട്. നമ്മളങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം എവിടെയും കല്യാണത്തിന് പോകാനുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അപ്പുറത്ത് കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന് കുടിക്കും, ഇല്ലെങ്കിൽ ഇവിടുന്നാണ് കീടുന്ന് കുടിക്കും. വെറുതെ എല്ലാ വീട്ടിലും വെച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ അപ്പുറത്തേക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനി കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം.
ദേവൂട്ടി ഇപ്പോൾ ഒരു ദോശ തിന്നണം, അതിൻ്റെ പാത്രവും പിടിച്ചിട്ട് ഞാൻ നിൽക്കുന്നു. പത്രം വായിക്കലാ? എന്നാ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്നാ? നോക്കിച്ചേ, നോക്കിയിട്ട് വായിക്കറാ. അറിയില്ല, വാർത്തയൊന്നുമില്ല എൻ്റെ അമ്മേ. ഈ പത്രത്തിൽ ഒരു വാർത്ത പോലും ഇല്ല പോലെ. തല തിരിച്ചിട്ടാ പത്രം വായിക്കുന്നത്? എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാനിതാ വാതിലെല്ലാം പൂട്ടി പിള്ളേരെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അവർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നന്ദൂട്ടി പറഞ്ഞ അമ്മയെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഓളാണ് ഫോണും കൊണ്ട് നടന്നിട്ടുണ്ടായിന്. കുറേ സമയം ഞാൻ ഏട്ടമ്മേൻ്റെ വീട്ടിലെത്തുന്നത് വരെ എൻ്റെയും ദേവുവിൻ്റെയും നടത്താന്ന് ഓള് വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിന്. അതൊന്നും ഞാൻ പിന്നെ ഇതിലിട്ടിട്ടുണ്ടായില്ല കേട്ടോ. വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അങ്ങനെ അടുത്തമ്മേരടുത്ത് പോയി പിന്നെ കുറേ സമയം ആടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അമ്മേനെ കാത്തിട്ട് നമ്മളിരുന്നു കേട്ടോ. അമ്മ പുല്ലരിയാൻ പോയിട്ടുണ്ടായിന് പശുവിന്. അങ്ങനെ അമ്മേനെയും കാത്തിട്ട് നമ്മളിങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ ആരാ മിതുവും കിച്ചും അങ്ങനെ വരുന്നുണ്ടായിന് കേട്ടോ. അവർ വീട്ടിൽ പോയി, ഇപ്പം പോയിട്ട് കുറച്ച് സമയമായിട്ടില്ലോ. പോയി ഫുഡെല്ലാം കഴിച്ച് വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുഖം പൊത്തിക്കൊണ്ട് വരുവേ. ഇതിപ്പോൾ അടുത്തെത്തിയിറങ്ങാനാന്ന് കണ്ടിന്, അതുകൊണ്ട് അടുത്തെത്തിയാലാണ് മുഖം പൊത്തിന്. എല്ലാവർക്കും വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണക്കേടാണ് കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും ഇപ്പം ഭയങ്കര മടിയാണ്. ആദ്യമെല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ ചാലഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര ആവേശമായിരുന്നേ. ഇപ്പം ഇതേപോലെ വ്ളോഗെല്ലാം എടുക്കുമ്പോൾ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇവർ അതാ കിച്ചു മുഖം പൊത്തി കണ്ട. അങ്ങനെ പിന്നെ അവരവിടെ ഇരിക്കട്ടെ, നമ്മൾ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കഞ്ഞി കുടിക്കാൻ പോയി. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ പയറും കഞ്ഞിയാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, കുറച്ച് ചെറുപയറും എടുക്കുക, കുറച്ച് അരിയും എടുക്കുക, കഴുകിയിട്ട് കുക്കറിലിടുക, ഒരു 3-4 വിസിൽ കേൾപ്പിക്കുക, പയറും കഞ്ഞിയും റെഡിയായി. പിന്നെ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ട് പിന്നെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ പച്ചമുളകൊന്നും ഇടലില്ല കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് ഉപ്പ് ഇട്ട് കുടിക്കുക ചെയ്യുക. പിന്നെ എന്തെങ്കിലും വല്ല അച്ചാറോ അങ്ങനെ എന്തെങ്കിലും തൊട്ട് നിൽക്കാനുണ്ടെങ്കിൽ അതും കൂടി എടുക്കും. നമ്മൾ അന്നെന്തായാലും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ അതിൻ്റെ അകത്ത് തേങ്ങ ചിരകിയിട്ടിട്ടാണ് കുടിക്കൽ. എനിക്കതാണ് ഇഷ്ടം, തേങ്ങ ചിരകിയിടുന്നത്. അപ്പം ഞാൻ ഫോണവിടെ വെച്ചത് അമ്മ കണ്ടിട്ടുണ്ടായിട്ടേ. പിന്നെയാണ് ഇതെന്താണെന്ന് വെച്ചിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നത്. ലാസ്റ്റ് എന്നിട്ട് മാളോട് പറയുന്നത് ആ ഫോണവിടെ വെച്ചിട്ടുണ്ട്, അതിലെടുക്കുന്നുണ്ട് ഇതെല്ലാം അമ്മ പറയലാണ്. പിന്നെ വേഗം ഞാനും എടുത്തുമ്മയും കൂടെ ഇവരപ്പനെ കഞ്ഞി കുടിക്കാനിരുന്നു. അപ്പോൾ ഇതാ നല്ല ചൂട് പയറും കഞ്ഞിയും കൂടെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇതാ കളിക്കാനല്ല, നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ടാണ്. നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മാളു ഒരു പച്ച ഒരു പിസ്ത കളർ നെയിൽ പോളിഷും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിതു ഇതാ പിന്നെ ദേവൂട്ടിക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോഴേക്ക് നമ്മളെ കിച്ചു ഇതാ കുറച്ച് ചാർട്ട് പേപ്പറും പിന്നെ A4 പേപ്പറിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓനെന്തോ ഒരു വർക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യോ സന്ധ്യച്ചെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ ചോദിക്കുമ്പോൾ എനിക്ക് ആവൂലെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ കിച്ചുവിന് ചെയ്തു കൊടുത്ത വർക്കുകളാണ് കേട്ടോ ഇതെല്ലാം. ഓനെ ഹെൽപ്പ് ചെയ്തിന്, എന്നാലും ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അതിൽ ഈ ഒരു വർക്കിന് ചാർട്ട് പേപ്പറിലേക്ക് മാറ്റി വരക്കണം എന്നാണ് ഓൻ പറയുന്നത്. അപ്പോൾ വലിയതായിട്ട് വരക്കണ്ടേ, അന്നേരം കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ എടുത്തിട്ട് വാ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം ഞാൻ ഓൻ ട്യൂഷന് വരുന്ന സമയത്ത് ഓന് ചെയ്തു കൊടുത്തതാണ്. ഫുള്ളായിട്ടല്ല കേട്ടോ, അവൻ്റെ ഹെൽപ്പും കൂടി ഉണ്ട്. എന്നാലും കുറച്ച് ഞാനും കൂടെ ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇവിടുന്ന് അടിപൊളിയായിട്ട് ലുഡോ കളിക്കുമായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഞാൻ നെയിൽ പോളിഷെല്ലാം ഇട്ടിട്ടുണ്ട്. പച്ച നെയിൽ പോളിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഇത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാവരും ഇട്ടിട്ടുണ്ട്. കൈകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പച്ച നെയിൽ പോളിഷ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, അപ്പോൾ ഇവരെല്ലാം ഇവിടുന്ന് ലുഡോ കളിക്കുക, ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് ചിത്രം വരക്കുക. എനിക്ക് സഹിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വരച്ച് കൊടുക്കാനും പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വരച്ച് തീർത്തിട്ട് ലുഡോ കളിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ ഇവരെ ലുഡോ കളി തീരുമ്പോഴാണ് ഞാനത് വരച്ച് തീർന്നത്. അതുകൊണ്ട് എനിക്ക് ലുഡോ കളിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവരെ കളിയെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമ്മളെ കിച്ചുവിനിതാ ഞാൻ വരച്ചു കൊടുക്കുവാണ്. ചാർട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പിന്നെ വലിയ സ്കെയിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞ് സ്കെയിൽ കൊണ്ട് വരക്കാൻ ഭയങ്കര വിഷമം. അപ്പം എന്നാലും കുഴപ്പമില്ല, വരച്ചു കൊടുത്തു.
അപ്പോഴേക്ക് ഇത് നമ്മളെ കോംപ്ലേച്ചി എത്തിയിട്ടുണ്ട്. ചക്ക വറുത്തതും കേക്കും നുറുക്കും എല്ലാം എടുത്തിട്ട്. അപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കോംപ്ലേച്ചിയുടെ ചക്ക വറുത്തത് കാണിച്ചു തന്നിട്ടുണ്ടായിനെ. അത് പിന്നെ കോംപ്ലേച്ചിയുടെ മോള് കാവ്യേച്ചി വീഡിയോ കാണിച്ചു കൊടുത്തിനെന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ചിത്രമെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ചിത്രമില്ലേ, അതന്നെ വലിയ രീതിയിൽ പിന്നെ വരച്ചിട്ട് കളർ കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് ഇതാ ഇവരെ കളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കളിയെല്ലാം കഴിഞ്ഞു. ഇനി കുടുംബശ്രീക്ക് പോവാന്ന് കേട്ടോ. നമ്മളെ ശാരദീച്ചിൻ്റെ വീട്ടിലാണ് കുടുംബശ്രീ. ആ വീട് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, നമ്മുടെ വാർഷികം നടന്ന വീട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പിള്ളേരവിടുന്ന് കുളിക്കൊല്ലം ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് പോകണ്ടേ വന്നിട്ടാകുമ്പോൾ, അതുകൊണ്ട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം കുടുംബശ്രീക്ക് പോയിട്ട് വരെ. പ്രതിയാടിന് എത്തിയില്ല കേട്ടോ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുടുംബശ്രീ എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാ വേഗം റെഡിയായിട്ട് കല്യാണത്തിന് പോവാന്നേ. പാട് വൈകിയാൽ പിന്നെ ഇരുട്ടായി പോവില്ലേ, അതുകൊണ്ട് നമ്മൾ വേഗം പോവാന്ന്. അപ്പം നമ്മളെല്ലാവരും പ്രതിയായിട്ടും വന്നിട്ട് കല്യാണ വീട്ടിലേക്ക് പോയി. ഞാനും അമ്മയും അടുത്തമ്മയും പിള്ളേരും പിന്നെ ഇതാ നമ്മളെ കിച്ചുവിൻ്റെ അമ്മയെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്ന് കല്യാണത്തിൻ്റെ അടുത്ത് പോയി. പിന്നെ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കൂല. പോയിട്ട് നല്ല അടിപൊളി ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നു. പ്രതിയാടിന് എത്തിയില്ല, അവിടെ നിൽക്കുന്നത്രേ. അപ്പോൾ വന്നിട്ട് ഇതാ നന്ദു വേഗം വാതിലെല്ലാം തുറക്കുവാനേ. നടന്ന് വരുമ്പോഴത്തേക്ക് ആകെ ക്ഷീണം പിടിച്ചു. ബിരിയാണിയെല്ലാം കഴിച്ച്, ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് വന്നിട്ട് ഇതാ ക്ഷീണം തീർക്കാൻ വേണ്ടി അറിയത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയെല്ലാം കഴിച്ച് നടന്ന് ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ചോട്ടെ. കുറച്ച് നടക്കാനുണ്ട്. പോകുമ്പോൾ നമ്മൾ എളുപ്പ വഴിയിലേ പോയിന്, പക്ഷെ വരുമ്പോൾ രാത്രിയായില്ലേ, റോഡ് മുകളിൽ കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിനെ. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഡ്രസ്സെല്ലാം മാറി കിടന്നുറങ്ങണം. പ്രതിയാടിന് എത്തിയില്ല, ആടെയുണ്ട് അത്രേ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചേരം. ദേവൂട്ടിക്ക് ഉറക്കം വന്നു എന്ന് പറഞ്ഞു. ഇനി ദേവൂട്ടീനെ ഉറക്കണം, കിടന്നുറങ്ങണം. ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. ഫുഡ് കഴിച്ചു. ഇന്ന് ഉപ്പും കുടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, രാവിലെ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. കിടന്നുറങ്ങണം. അപ്പോൾ പിന്നെയും എന്നാലും പരമാവധി ഞാൻ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്നാ ഇത്രയില്ല ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദേവൂട്ടി ഇത് ഭയങ്കര വെള്ളം കൂടിയാണ്. ഇന്ന് ഫുള്ള് രാത്രി വെള്ളം വേണ്ടി വരും ബിരിയാണി എന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.